ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു ക്യാരറ്റ് ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാനൊരു മീഡിയം വലുപ്പത്തിലുള്ള 2 ക്യാരറ്റ് എടുത്ത് അത് നന്നായിട്ട് തൊലി കളഞ്ഞിട്ടുണ്ട്. ജ്യൂസ് അല്ലാതെ ക്യാരറ്റ് തോരനും കൂടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഇട്ട് തരാം. അപ്പോൾ അതായത് തൊലിയൊക്കെ കളഞ്ഞ് നല്ല ഫ്രഷാക്കി കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാം. ക്യാരറ്റിൽ ധാരാളമായി വൈറ്റമിൻസും മിനറൽസും അടങ്ങിയ കലവറയാണ്. ലൈക്ക് ബയോട്ടിൻ, പൊട്ടാസ്യം, വൈറ്റമിൻ B6, വൈറ്റമിൻ A ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. സ്കിന്നിനും ഹെയറിനും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലത് കഴിക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് നമുക്ക് ക്യാരറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം വേവിച്ചെടുക്കണം. ഒരു പാകത്തിന് വേവിലെടുത്തു ഞാൻ. ഇനി ഇതാ നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യത്തിന്, നിങ്ങൾക്ക് ഷുഗർ ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 1 സ്പൂൺ മാത്രമേ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള മിൽക്ക് ആഡ് ചെയ്യാം. ഞാൻ 1 ഗ്ലാസ് മിൽക്ക് എടുത്തിട്ടുള്ളത്, അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കണ്ടൻസ് മിൽക്ക് വേണം ആഡ് ചെയ്യാം, വേണമെങ്കിൽ പീനട്ട്സ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഐസ് ക്യൂബ്സ് വരെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നല്ലൊരു ബാറ്ററായിട്ട് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഞാൻ പിന്നെയും പാലൊഴിച്ച് അത്യാവശ്യം കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഫൈനലി നമ്മളുടെ ജ്യൂസ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇതിന് വേണമെങ്കിൽ ഗാർണിഷിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സോ അല്ലെങ്കിൽ ബദാമോ പിസ്തായോ ഒക്കെ ഇതിന് മുകളിൽ വിതറിയിടാം. നെക്സ്റ്റ് ഞാൻ ക്യാരറ്റ് വെച്ച് ട്രൈ ചെയ്യാൻ വന്ന ക്യാരറ്റ് തോരനാണ്. ആവശ്യത്തിന് എണ്ണ, അതിൽ കടുക് പൊട്ടിച്ച് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് നിങ്ങൾക്ക് തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുക്കുക. പച്ചമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, കറിവേപ്പില ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനൊപ്പം വെളുത്തുള്ളി ചതച്ചതും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട, ഇതിലത്തെ വെള്ളം തന്നെ ഇതിലേക്ക് ഇറങ്ങി വന്നോളും. ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. ഇപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മളുടെ തോരൻ റെഡി ആയി കഴിഞ്ഞു. അങ്ങനെ ക്യാരറ്റ് കൊണ്ടുള്ള 2 ഡിഷസാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കി, ക്യാരറ്റ് തോരനും അതുപോലെ തന്നെ ക്യാരറ്റ് ജ്യൂസും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.